ചേച്ചി. ആ അവി, നീ എന്താടി ഈ നേരത്തെ ഇവിടെ? നിനക്കെന്താ വല്ല വർക്ക് ഉണ്ടായിരുന്നോ? ഇന്ന് വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതുവരെ ഫ്രീയാ. അങ്ങനെ ഇരുന്നപ്പോൾ റെന്റ് ഒന്ന് കൊണ്ട് തരാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ വൈകുന്നേരം മീറ്റിംഗ് കഴിയുമ്പോൾ ലേറ്റ് ആയാലോ. ലേറ്റ് ആവുമെങ്കിൽ നാളെ തന്നാ മതിയായിരുന്നില്ലേ? എൻ്റെ ഇരുന്ന ചിലപ്പോൾ ചിലവായി പോവും. ആ അങ്ങനെയാണെങ്കിൽ ഇങ്ങ് നേര്. എനിക്ക് ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ കോഫി വേണം. ഡബിൾ സ്ട്രോങ് ആയിക്കോട്ടെ. എന്താടാ ഡബിൾ സ്ട്രോങ് കോഫിയൊക്കെ? അല്ലടാ നിനക്കെന്താ വല്ല ടെൻഷൻ ഉണ്ടാ? ടെൻഷനോ? എവിടെ നിന്ന്? അങ്ങനെ ഇരുന്നപ്പോൾ ചുമ്മാ ഒരു കോഫി അടിക്കാന്ന് വിചാരിച്ചതാ. അത്രേ ഉള്ള? അത്രേ ഉള്ളൂ. എന്നാ അവിടെ ഞാൻ ഇപ്പൊ തരാം. ഓക്കെ. ഓക്കെ. എടാ നീ എന്റെ വീടൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കണ്ട. പിന്നല്ലാതെ. ഒരു ദിവസം പറയാണ്ട് ഞാനങ്ങ് വന്നുണ്ട്, അപ്പൊ അറിയാലോ. ആയിക്കോട്ടെ. കൂടി കൂടി. പ്ലീസ് സ്റ്റോപ്പ്, എനിക്കൊന്ന് ഉറങ്ങണം. പെർമിഷൻ തന്നിരിക്കുന്നു, നീ ഉറങ്ങിക്കോ. പ്ലീസ് ഒന്നും മിണ്ടാണ്ടിരിയടാ, എന്റെ ഫ്ലോ പോവും. കുപ്രതൻ ക്ഷിപ്രകോപത്താൽ വിറച്ചു. എന്തൊരു ശോകം ഭാഷയാണിത്. അല്ല, ഇതൊക്കെ എഴുതാന്ന് ഏൽക്കുമ്പോൾ ഓർക്കണമായിരുന്നു. പോസിറ്റീവ് പോസിറ്റീവ്. ഇത് സംഭവിച്ചതും കുപ്രതൻ ക്ഷിപ്രകോപത്താൽ വിറച്ചു. അക്രമം അഴിച്ചുവിടാൻ തുടങ്ങുന്ന കുപ്രതനെ ചള്ളിരാജൻ തടയുന്നു. വിളിക്കും. ഹലോ ഹലോ, എന്താ ഉദ്ദേശം? ഞാനവിടെ കഷ്ടപ്പെട്ടൊരു പണിയെന്ന് എനിക്ക് കണ്ടൂടെ? സോറി, സമയമില്ല, ബിസി ആയിപ്പോയി. സാമേ, സിനിമയ്ക്ക് തിരക്കഥെഴുതാൻ വന്ന ഞാനാണ് അവിടെ പെട്ടെന്നുള്ള സഹിക്കാത്തൊരു സാധനം എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വേറൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. നീ എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത്. നീ എൻ്റെ ക്ഷമയും പരീക്ഷിക്കരുത്. $1 മില്യൺ ബിസിനസ് ഐഡിയ കിട്ടാൻ വേണ്ടി കിടന്നുറങ്ങിപ്പോയ എന്നെ നീ ആ ശല്യം ചെയ്ത് ഉണർത്തിയത്. മാറ്റിപ്പിടിച്ചു നോക്കാം. അതെ, നോക്കൂ ആൺകുട്ടി, ഞാനൊരു പുരാണ കഥയുടെ രചനയിലാണ്. അതിലെ കുപ്രതൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ ലയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുപ്രതൻ അപകടകാരിയാണ്. അദ്ദേഹത്തിന് വിരോധമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. ഒരു നിസ്സാര കാര്യത്തിന് ഇപ്പോൾ 2 രാജ്യങ്ങൾക്ക് നേരെ യുദ്ധം അഴിച്ചുവിട്ടിട്ടിരിക്കുകയാണ്. മര്യാദയ്ക്ക് ഈ പ്രവൃത്തി ഉപേക്ഷിക്കുന്നതല്ലേ ഉചിതം? മര്യാദയ്ക്ക് ഞാൻ നിന്നോട് പറഞ്ഞാണല്ലോ എനിക്ക് ഉറങ്ങണമെന്ന്. അപ്പോൾ നിനക്കത് നിർത്തായിരുന്നില്ലേ? ഇനി ഞാൻ ഗെയിം കളിച്ചിട്ട് കുപ്രതൻ യുദ്ധത്തിന് പോയാൽ മതി. എടാ സാമേ, ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, നിനക്കതൊന്ന് നിർത്താൻ പറ്റുമോ ഈ പണ്ടാരം? കളിക്കണേ നീ. ഞാൻ ശരിയാക്കണം. അതിന് നീ എന്നെ ടൈപ്പ് സാമേ, DIG ആണ് പറഞ്ഞത്, എന്നെ ടൈപ്പ് റൈറ്റർ പറഞ്ഞത്. DIG അല്ല DGP പറഞ്ഞാൽ ഞാൻ ഇന്ന് കത്തിച്ചോടാം. മനസ്സിലാക്കണം. ടൈപ്പ് റൈറ്റർ കുപ്രതം വന്നാ നീ തീരുന്നടാ. ബലം പിടിക്കരുത്, ബലം പിടിക്കരുത്. എന്താണ് കാണിക്കുന്നത്? നീ വിട്ടില്ലെങ്കിലും ഞാൻ അടുത്തടിക്കാമെന്ന് ഞാനാണ്ടാ. എന്റെ $1 മില്യൺ ഐഡിയ നീ മിണ്ടരുത്.
ഞാൻ ഈ നീ തീരെ വേണ്ടരുത്. നാണൂരല്ല പിള്ളേരെ പോലെ കിടന്ന് ഇടി പിടിക്കാനായിട്ട്. പിള്ളേരെ പോലെ നല്ല ഉഗ്രനായിരുന്നു. നീ കാണാഞ്ഞിട്ടാണ്. അതേടാ ഞാൻ എന്റെ ജോലി വിട്ട് നിന്റെയൊക്കെ ഇടിക്കുമെന്നോട് മാർക്കടാ. എടാ നീ എന്താണ് നേരത്തെ? ഇപ്പൊ ഞാൻ നേരത്തെ വന്നേ കുഴപ്പം. അയ്യോ ഞാനൊരു വിശേഷം ചോദിച്ചില്ല, നീ എന്താ കുട്ടികളെ പോലെ? എന്ത് പറ്റിയടാ നിനക്ക്? ഇപ്പൊ എനിക്കാണോ പറ്റിയത്? എടാ മര്യാദക്ക് വീടിന്റെ വാടകയും കൊടുത്തിട്ട് വരുന്ന എനിക്കാണ് ഇപ്പൊ പറ്റിയതല്ലേ? നീ അത് കൊടുത്തായിരുന്നല്ലേ, ഞാൻ ചോദിക്കാൻ പോയായിരുന്നു. ഓ കൊടുത്തേ, എന്റെ ജോലിയാണല്ലോ അതൊക്കെ. എടാ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കണം. രണ്ടിനോട് ഒരു പണിയില്ലല്ലോ. വെറുതെ ഇരിക്കുമ്പോ ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിട്ടൂടെ? വീടിരിപ്പ് എന്താണ് ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ലേ? ഈ തുണിയൊക്കെ എന്താണ് ഇവിടെ കിടക്കുന്നത്? ഇത് നാ മുറി കൊണ്ടിട്ടൂടെ? എടാ ഇത് നിന്റെ തുണിയാണ്. ഇത് എന്റെ തുണിയാണോ? അതിന് നിനക്കൊക്കെ താമസിക്കാൻ ഞാനോട് വാടക കൊടുക്കുന്നില്ലടാ. അപ്പൊ എന്റെ തുണിയാണെന്ന് അറിഞ്ഞാലും ഒന്നെന്റെ മുറി കൊണ്ട് മടക്കി വെക്കാലോ. ഇതിപ്പോ നീ വാടക കൊടുത്തില്ലെങ്കിലും ഞാൻ അടുത്ത് മടക്കി വെക്കാറൊക്കെ. എന്നിട്ട് ഇതിപ്പോ എന്താ ആവശ്യത്തിന് ഇട്ടേക്കാന്ന് വിചാരിച്ചു. ആവശ്യത്തിനാണടാ പുല്ല് ഇവിടെ താഴത്തിട്ട് വെക്കുന്ന തുണി. അലക്കാൻ വേണ്ടി താഴത്തിടാറില്ലേ? അലക്കാനാ. എടാ പിന്നെ സത്യം പറഞ്ഞാലേ പേടിച്ചിട്ടാണ് നീ വെച്ചൊരു സാധനം മാറ്റാത്തത്. അതിനിപ്പോ ഇടത്തോട്ടോ വലത്തോട്ടോ വല്ല മാറി എന്ന് പറഞ്ഞു. നിന്റെ എന്താണ് ഇവന്റെ ലക്ക്? എന്റെ ലക്ക് പോയേ എന്ന് പറഞ്ഞ നീ ഞങ്ങളെ മെക്കിട്ട് കയറാൻ പറ്റില്ലേ? ഇല്ലേ? നന്നായി. ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇനി എങ്ങോട്ടാണ് പോണ്ടപ്പോ? എടുത്തിട്ട് പോടാ. എന്തെടുത്തിട്ട് പോവാൻ? ഞാൻ എടുക്കാം. അയ്യോ കുഴി പോയിന്റ് എടുക്കും. പറടാ. എടാ ഞാനൊന്ന് പുറത്തോട്ട് പോയിട്ടില്ല. പോയിട്ടോ നീ. അതിനിടയിൽ ഇവിടെ കിടന്ന് ഒന്നും രണ്ടും പറഞ്ഞ് അടിയാവരുത്. ഇത് അഥവാ ആയാല് ആ റോട്ടിലേക്ക് ഇറങ്ങി എന്താന്ന് വെച്ചാൽ കാണിച്ചോ. ഞാൻ കൂടെ അവിടെ വരാട്ടോ. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. വേണ്ട. ഓൾ ദ ബെസ്റ്റ്. സെയിം ടു യു. സെയിം ടു യു.